ഹലോ, ചാപ്റ്റർ 9 ന്യായ്. ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് പാർട്ട് 1 അപ്ലോഡഡ് ആണ്. അതിൻ്റെ ബാക്കിയാണ് പാർട്ട് 2 ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. എക്സസൈസിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. എക്സസൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വേർഡ് മീനിങ്സ് നോക്കാം. ഫസ്റ്റ്, പെഹ്ലാ ദൃശ്യ. ദൃശ്യം എന്ന് പറഞ്ഞ സീൻ. ഇതൊരു ഡ്രാമയാണ്. അപ്പൊ ആദ്യത്തെ സീനാണ് പെഹ്ലാ ദൃശ്യ. രംഗ്മഞ്ച് സ്റ്റേജ് ആണ്. സന്ധ്യാകാൽ ഈവനിങ്. ലാലിമ റെഡ് ഗ്ലോ ഓഫ് സൺലൈറ്റ്, വൈകുന്നേരത്തിന്റെ ആ ഒരു റെഡ് കളർ. കിരണേ സൺറൈസ്. നേപഥ്യ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന്, ബാക്ക് സ്റ്റേജ്. വിദ ഫെയർവെൽ, അവരൊക്കെ അവിടുന്ന് തിരിച്ചു പോവുകയാണ് അവരുടെ വീടുകളിലേക്ക്. വേദി, അവിടെ ഒരു സീറ്റിൽ അല്ലെങ്കിൽ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കല്ലിന്റെ മുകളിലോ ഒരു ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം, അതാണ് അവിടെ വേദി. സഖ, സഖ എന്ന് പറഞ്ഞ ഫ്രണ്ട്. സുഹാവ്ന പ്ലസന്റ്. വ്യാകുൽ ആങ്ഷ്യസ്, അവരെ കാണാനുള്ള ആഗ്രഹത്തോടെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടാണ് പോകുന്നത്. ഉതാവലി ഈഗർ. രംബാനെ, പശുക്കിടാങ്ങളുടെ ശബ്ദത്തിനാണ് രംബാനെ എന്ന് പറയുന്നത്. മൂവിങ് ഓഫ് കാറ്റിൽ. അച്രജ് സർപ്രൈസ് അല്ലെങ്കിൽ അത്ഭുതം. പൂരബ് ഈസ്റ്റ്. പശ്ചിം വെസ്റ്റ്, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതായിട്ടുള്ള ഡയറക്ഷൻസ് ആണ്. നിയത് ഫിക്സ്ഡ്. സ്വഭാവ്, അതിൻ്റെ ഒരു നേച്ചർ, അതിൻ്റെ ഒരു ഗുണം, അതാണ് സ്വഭാവം. ഫട്ഫടാഹട്ട്, പക്ഷിയോങ്കി ഉഡ്നേക്ക് ഫട്ഫടാഹട്ട്, അത് ഫ്ലട്ടറിങ് സൗണ്ട് ആണ്. പിച്ഛലെ ജന്മ, പ്രീവിയസ് ബർത്ത്. യോഗി, ഒരു യോഗി, പണ്ഡിതനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഘബ്രാക്കർ, പാനിക്കാവ. തീർ, ആരോ അല്ലെങ്കിൽ അമ്പ്. ഉതാവല, ഇംപേഷ്യൻ്റ് ആയിട്ട്, ക്ഷമയില്ലാതെ ആവുക. ധർത്തി, ഭൂമി. ഘായൽ, ഇഞ്ചേർഡ് അല്ലെങ്കിൽ വൂണ്ടഡ് ആവുക. ഈ പക്ഷിക്ക് മുറിവ് പറ്റിയില്ലേ, അതാണ് ഘായൽ ഹോഗയ. പ്രാൺ ലേക്കർ ഭാഗ്രഹേ എന്ന് പറഞ്ഞാൽ അവരവരുടെ ജീവനം കൊണ്ട് ഓടിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ചീക്ക്, അലറിക്കറിയ അല്ലെങ്കിൽ സ്ക്രീം ചെയ്യുക, അതാണ് ചീക്ന, ചീക്ക്. ഗോദി, ലാബ്, കയ്യിൽ അതിനെ എടുത്തു. കരുണ, കമ്പാഷൻ, അതിനോടൊരു കരുണ കാണിക്കുക. സമ്പാൽത്തെ, അതിനെ കെയർ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ നോക്കുന്നതിനാണ് സമ്പാൽത്തെ. നിർദയി, ക്രൂവൽ അയച്ചുള്ള ആള്. ബോലെ ബാലെ, ഇന്നസെന്റ് അയച്ചുള്ള, ഇവിടെ പക്ഷിയാണ്. ബോലെ ബാലെ പക്ഷി. അനുരാഗ്, അഫെക്ഷൻ, അതിനോട് അഫെക്ഷനേറ്റ് ആയിട്ട് സ്നേഹത്തോടെ പെരുമാറുക. ചിപക് ജാത്ത, ഒട്ടി നിൽക്കുക, അദ്ദേഹത്തോട് ഒട്ടി നിൽക്കുകയാണ് ആ പക്ഷി. സ്നേഹ, അഫെക്ഷൻ ഓർ ലവ്. ഹാത്ത് ഫേർത്തെ എന്ന് പറഞ്ഞാൽ ടു സ്ട്രോക്ക്, അതിനെ നല്ല തടവി കൊടുക്കുക. കാപ്താസ, ഷിവറിങ് അല്ലെങ്കിൽ ട്രംബ്ലിങ്, വിറച്ചുകൊണ്ട്. സാസ് ഖീച്ച്കർ, ശ്വാസം എടുത്തോണ്ട്, ശക്തിയായി ശ്വാസം എടുത്തോണ്ട്. നിർദോഷ്, ഇന്നസെന്റ് ആയിട്ടുള്ള. രാജവൈദ്യ എന്ന് പറഞ്ഞാൽ റോയൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ റോയൽ ഡോക്ടർ. മർഹം എന്ന് പറഞ്ഞാൽ മെഡിസിൻ. ലക്ഷ്യ, ടാർഗറ്റ് അല്ലെങ്കിൽ എയിം. ഗവാഹി, വിറ്റ്നസ്, എനിക്ക് വേണ്ടി അവിടെ സംസാരിക്കില്ലേ, ഇത് ശരിയാണെന്ന് എനിക്ക് വേണ്ടി പറയില്ലേ, ഇതിന് വിറ്റ്നസ് ആയി എന്ന് അവിടെ പറയില്ലേ എന്നാണ് ചോദിച്ചത്. പ്രയാസ്, അറ്റംപ്റ്റ്. പ്രമാൻ, പ്രൂഫ്. ദുബക് ജാത്ത എന്ന് പറഞ്ഞ ഹൈഡ്, അവിടെ ഒളിച്ചിരിക്കുകയാണ്. മുസ്കുരാക്കർ, ചിരിച്ചുകൊണ്ട്. തിൽ മിലാക്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടുകൊണ്ട്, ദേഷ്യം വന്നുകൊണ്ട്. നിവേദൻ, ഒരു റിക്വസ്റ്റ്. ജഗഡ, ക്വാറൽ, വഴക്ക് കൂടുക രണ്ടുപേരും കൂടി. സുജാവ്, സജഷൻ. ഷിക്കായത്, കംപ്ലൈന്റ്. സഭ, അസംബ്ലി, രാജാവിന്റെ കോർട്ട്, അതാണ് ഇവിടെ സഭ. ആസൻ, അവരിയ്ക്കുന്ന ഇരിപ്പിടം അല്ലെങ്കിൽ അവരിയ്ക്കുന്ന ചെയർ, സീറ്റ്, അതാണ് ആസൻ.
ഹർഷധ്വനി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെയുള്ള ആരവം, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഉണ്ടാക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ അപ്ലോസ് എന്നും പറയും, കൈയടി ശബ്ദം. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു എന്നാണ് പറയുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാവരുടെയും ഹാപ്പി ആയിട്ടുള്ള ശബ്ദം എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആഘേട്ട്, ആഘേട്ട് എന്ന് പറഞ്ഞാൽ ഹണ്ടിങ്, ഹണ്ട്. ശരണാഗത്, ഒരാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരുന്ന ഒരാള്, അതാണ് ശരണാഗത്. ശരൺമേ, ശരൺ എന്ന് പറഞ്ഞാൽ ഷെൽട്ടർ. സ്തംഭിത്, സ്റ്റണ്ട്, എല്ലാവരും അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് നിന്നുപോയി, സ്റ്റണ്ടായി. ജട്ടിൽ, കോംപ്ലിക്കേറ്റഡ് ആണ്, പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആണ്. നേക്കി എന്ന് പറഞ്ഞാൽ ഗുഡ്നസ്. പൂച്ച് പൂച്ച്, ടു ആസ്ക് റിപ്പീറ്റഡ്ലി. പുച്കാർത്തേ, പുച്കാർത്തേ എന്ന് പറഞ്ഞാൽ ടു പാറ്റ് അഫെക്ഷനേറ്റ്ലി, അതിനെ തടവിക്കൊണ്ട്, അതിനോട് സ്നേഹത്തോടെ തടവിക്കൊണ്ട്. സജൽ, ടിയേർഡ്, രാജാവിന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞുപോയി, സന്തോഷ കണ്ണീരാണ് കേട്ടോ. സജൽ ഹോ ജാത്തേ ഹേ. ഗംഭീർ, നല്ല ഉറക്കമുള്ള, നല്ല സീരിയസ് ആയിട്ടുള്ള ശബ്ദത്തിൽ, ഗംഭീർ സ്വർ. നിർണയ്, തീരുമാനം, ഡിസിഷൻ, ജഡ്ജ്മെന്റ്. ഉല്ലാസ്, ജോയ്, ഹാപ്പിനെസ്, അതൊക്കെയാണ് ഉല്ലാസ്. ജയ് ജയ്കാർ എന്ന് പറഞ്ഞാൽ ജയ് വിളിക്കുക, ആഹ്ലാദത്തോടെ, ചിയേഴ്സ് ഓഫ് വിക്ടറി. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജബ് शाम होती है तो आपको प्रकृति में क्या क्या परिवर्तन दिखाई देते हैं? വൈകുന്നേരം ആവുന്ന സമയത്ത് പെട്ടെന്ന് പ്രകൃതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാറുള്ളത്? നമുക്ക് നോക്കാം. जब शाम होती है तो सूरज पश्चिम में डूबने लगता है. സൂര്യൻ വെസ്റ്റിൽ അസ്തമിക്കാൻ തുടങ്ങും അല്ലേ? और आसमान में लालिमा छा जाती है. ആകാശത്തിന്റെ കളറൊക്കെ മാറി ഒരു റെഡ് കളർ ആയിട്ട് മാറും. പക്ഷി अपने घोंसले की ओर लौटने लगते हैं. പക്ഷികളൊക്കെ തിരിച്ച് അവരുടെ കൂട്ടിലേക്ക് പോവാനാവും. हवा ठंडी हो जाती है. കാറ്റിനൊക്കെ ഒരു തണുപ്പ് വരും. और वातावरण में शांति छा जाती है. നേച്ചറൊക്കെ ഭയങ്കര ശാന്തമായി മാറും. गायों भी अपने बकरों के पास लौटती है. ഇത് ഈ ചാപ്റ്റർ നോക്കി എഴുതുന്നതാണ്. ഇതുപോലെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഒബ്സർവ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, क्या आपने कभी किसी पशु पक्षी को बचाया है? उनसे जुड़ा कोई अनुभव साझा कीजिए. നിങ്ങൾ ഏതെങ്കിലും ആനിമൽസിനെയോ ബേർഡ്സിനെയോ രക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അനുഭവം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. हाँ, मैंने एक बार एक घायल कबूतर को बचाया था. ഒരു പ്രാവിനെ അപകടം പെട്ട് കിടക്കുന്നിടത്ത് നിന്ന് രക്ഷിച്ചിരുന്നു. വഹ ഡർക്കർ മേരി ഛത് പർ ആ ഗയാ था. അത് പേടിച്ച് എൻ്റെ ടെറസിൽ വന്നതായിരുന്നു. मैंने उसे दाना दिया, पानी दिया और മർഹം ലഗായ. ഞാൻ അതിന് ഭക്ഷണവും വെള്ളവും പിന്നെ മരുന്നും ഒക്കെ വെച്ചു കൊടുത്തു. കുച്ച് ദിനോ മേ വ ठीक होकर उड़ गया. കുറച്ച് ദിവസത്തിന് ശേഷം അത് അസുഖമൊക്കെ മാറി നോർമലായി പറന്നുപോയി. ഇതൊരു എക്സാമ്പിൾ ആൻസർ മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവം ഡിസ്കസ് ചെയ്യാം. यदि आप मंत्री के स्थान पर होते तो न्याय कैसे करते? ഈ ചാപ്റ്ററിൽ മന്ത്രിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു വിധി പറയുന്നത്? എങ്ങനെയായിരുന്നു നിങ്ങൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? अगर मैं मंत्री होता तो मैं भी हम्स को खुद चुनने देता कि वह किसके साथ रहना चाहता है. जो उसे प्यार करेगा हम्स उसी के पास जाएगा. ഞാൻ മന്ത്രിയാണെങ്കിൽ ഈ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഹംസത്തിന് സ്വന്തമായി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തേനെ. അതിന് എവിടെയാണോ പോകാൻ ഇഷ്ടം അവരുടെ കൂടെ ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചേനെ. നിങ്ങളുടെ ആൻസർ വേറെയാണെങ്കിൽ നിങ്ങൾ അത് ഡിസ്കസ് ചെയ്യണം. ഓക്കെ? इस नाटक में सभी पात्र पुरुष है. ഈ കഥയിലെ ഫുൾ ആളുകളും പുരുഷന്മാരാണ്. यदि किन्हीं दो पात्रों को महिला पात्र के रूप में प्रस्तुत करना हो तो आप किन्हें बदलकर प्रस्तुत करना चाहेंगे और क्यों? हाँ, ഈ ഒരു കഥയിലുള്ള ഏതെങ്കിലും ഒരു രണ്ടാളുകളെ സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാം.
ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇമാജിനേഷൻ ആണ്, ആര് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ചൂസ് ചെയ്തതെന്നും കൂടി പറയണം. ഓക്കെ, നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. मैं सिद्धार्थ के दोस्त को सगी बनाता, സഖാവിനെ സഖിയാക്കും. और मंत्री को महिला मंत्री बनाता, मंत्रिയെയും മാറ്റി ഒരു महिला मंत्रिയാക്കും. इससे नाटक में विविधता देखती और पता चलता कि समझदारी और न्याय किसी भी लिंग में हो सकता है. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ ഫ്രണ്ടിനെയും മന്ത്രിയെയും നമുക്ക് ലേഡിയാക്കി മാറ്റാം. അപ്പം മന്ത്രി അത് ലേഡി ആയാലും അത് പുരുഷനായാലും ന്യായം അല്ലെങ്കിൽ ജസ്റ്റിസ് കറക്റ്റ് ആയിട്ട് അവർ ചെയ്തോളും. सोचिए और लिखिए, हंस को घायल देकर सिद्धार्थ ने क्या किया? ഹംസത്തിനെ wounded ആയി കണ്ടപ്പോൾ സിദ്ധാർത്ഥ് എന്താണ് ചെയ്തത്? സിദ്ധാർത്ഥ് എന്തൊക്കെയായിരുന്നു ചെയ്തത്? हंस को घायल देकर सिद्धार्थ ने तुरंत उसे अपनी गोद में उड़ा लिया. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലെടുത്തു. उन्होंने उसके शरीर से തീർ നികാല, അതിനുശേഷം അതിന്റെ ശരീരത്തിൽ നിന്ന് അമ്പ് വലിച്ചൂരി. ഉസ്കെ ഘാവ് കി ദേഖ്ഭാൽ കി, അതിനെ വേദനയൊക്കെ നന്നായി നോക്കി, അതിനെ കെയർ ചെയ്യാൻ ശ്രമിച്ചു. ഉന്നോനെ ഹംസ് കോ സ്നേഹ സെ सहलाया और अपने सखा को राजवैद्य से मरहम लाने के लिए भेजा. അതിനെ സ്നേഹത്തോടെ തലോടി അതിനെ കെയർ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി രാജവൈദ്യന്റെ അടുത്തേക്ക് വിട്ടു. ഇത്രയും കാര്യങ്ങളായിരുന്നു സിദ്ധാർത്ഥ് ചെയ്തത്. അന്ത് ഹംസ് സിദ്ധാർത്ഥ് കോ ഹി ക്യൂ മില, ലാസ്റ്റിൽ എന്തുകൊണ്ടാണ് ഹംസത്തിനെ സിദ്ധാർത്ഥിന് തന്നെ കിട്ടിയത്? क्योंकि सिद्धार्थ ने उसे बचाया था और उसके प्रति सच्ची करुणा और स्नेह दिखाया था. ഹംസ്, ഈ ഒരു ആൻസർ ഇവിടെ മുതൽ എഴുതിയാലും മതി. ഹംസ് സ്വയം സിദ്ധാർത്ഥ് കെ പാസ് ആകർ ചിപക് ഗയ. സിദ്ധാർത്ഥ് വിളിച്ചപ്പോൾ ഹംസം സ്വയം തന്നെ സിദ്ധാർത്ഥിന്റെ അടുത്ത് പോയി ചിപക് ഗയ, ഒട്ടി നിന്നു. സിദ്ധാർത്ഥിന്റെ കൈകളിലേക്ക് അത് പറന്നു ചെന്നു. ജബ്കി ദേവദത്ത് കെ പുകാർനെ പർ വഹ് ഡർ ഗയ और भाग गया. ദേവദത്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് പേടിച്ച് അവിടുന്ന് മാറുകയാണ് ഉണ്ടായത്, അവന്റെ കൂടെ പോയില്ല. അതുകൊണ്ടാണ് സിദ്ധാർത്ഥിന് കിട്ടിയത്. ഓക്കെ, ഇത് ഫുള്ളായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇത്രയും പോർഷനെങ്കിലും എഴുതണം. ലാസ്റ്റ് അത് സ്വയം തന്നെ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പോയത് കൊണ്ടാണ് സിദ്ധാർത്ഥിന് ഹംസത്തിനെ കിട്ടിയത്. कहानी को अपने ढंग से प्रवाह चार्ट के रूप में लिखिए. प्रवाह चार्ट എന്ന് പറഞ്ഞാൽ ഫ്ലോ ചാർട്ട്. ഇപ്പം നമ്മൾ വായിച്ച ഫുൾ സ്റ്റോറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓരോരോ ലൈൻ അയച്ചു കൊടുക്കാം. ഫസ്റ്റ്, സിദ്ധാർത്ഥ് വ ഉസ്കെ സഖ പ്രകൃതി കോ നിഹാർന. സിദ്ധാർത്ഥനും അദ്ദേഹത്തിന്റെ ഫ്രണ്ടും കൂടി ഇരുന്നിട്ട് പ്രകൃതിയൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർ ലഗെ പക്ഷി കാ ഘായൽ ഹോക്കർ ഗിർന, അപ്പോഴാണ് അമ്പ് കൊണ്ട് ഒരു പക്ഷി അവിടേക്ക് താഴേക്ക് വീണത്. ഇനി എന്തെഴുതാം? സിദ്ധാർത്ഥ ദ്വാര ഹംസ് കോ ഉഡാന ഓർ ഉസ്കി ദേഖ്ഭാൽ കർണ. സിദ്ധാർത്ഥന് ഓടിപ്പോയി ഹംസത്തിനെ എടുത്തിട്ട് അതിനെ നല്ലോണം കെയർ ചെയ്തു. ദേവദത്ത് കാ ആന ഓർ ഹംസ് പർ അപ്ന ദാവ കർണ. അപ്പോഴാണ് ദേവദത്ത് വരുന്നത്. ദേവദത്ത് പറഞ്ഞു ഇത് എന്റെ ഹംസമാണ്, അത് അദ്ദേഹത്തിന്റെ ആണെന്ന് ഡിമാൻഡ് ചെയ്തു. ദോനോ മേ ഹംസ് കോ ലേക്കർ വിവാദ് ഹോന. രണ്ടുപേരുടെ ഇടയിൽ വിവാദ് അല്ലെങ്കിൽ ജഗഡ ഹോന, ഹംസത്തിനെ ചൊല്ലി അടിയായി. മഹാരാജ് ശുദ്ധോധൻ കി സഭാമേ ന്യായ് കെ ലിയേ ജാന. അതിനുശേഷം അവരെന്താ ചെയ്തത്? ഇന്ന് ന്യായം കിട്ടാൻ വേണ്ടി മഹാരാജാവിന്റെ സഭയിലേക്ക് പോയി. മന്ത്രി ദ്വാര ഹംസ് കോ ആസൻ പർ ബൈഠാക്കർ പരഖ് കർണ. മന്ത്രി ആ ഒരു ഹംസത്തിനെ ചെയറിലിരുത്തിയിട്ട് ഇതിൽ ആരിടത്തേക്കാണെന്ന് പോവാ എന്നുള്ള ടെസ്റ്റ് അവിടുന്ന് ചെയ്തു. ഹംസ് കാ സിദ്ധാർത്ഥ് കെ പാസ് ജാന. ഹംസ് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പോയി. ഓർ ഹംസ് കോ സിദ്ധാർത്ഥ് കോ ദേനെ കാ നിർണയ് സുനാന. അതിനുശേഷം ഹംസത്തിന് സിദ്ധാർത്ഥിന് തന്നെ കൊടുക്കാനുള്ള തീരുമാനമായി. ഇതിങ്ങനെ തന്നെ എഴുതണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഓരോരോ ലൈനായിട്ട് ആ ഫുൾ സ്റ്റോറി അവിടെ പ്രതിപാദിക്കണം, അത്രയേ ഉള്ളൂ. അനുമാൻ ഓർ കൽപ്പന. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷനുള്ള ആൻസർ എഴുതണം.
जिस समय आकाश में हंस को तीर लगा उस समय उसके अन्य साथियों ने आपस में क्या बातें की होंगी. ആ ഒരു ഹംസത്തിന് അമ്പ് കൊണ്ടപ്പോ അതിന്റെ ചുറ്റുമുള്ള അതിന്റെ ഫ്രണ്ട്സ് ഒക്കെ പെട്ടെന്ന് അവിടുന്ന് ജീവനും കൊണ്ട് പറന്നു എന്നാണ് ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. അവര് തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ തന്നെ എഴുതണം. അരേ ഹമാരെ സാത്തിക്കോ ക്യാ ഹോ ഗയാ. അവർ പെട്ടെന്ന് തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവും, അയ്യോ നമ്മുടെ ഫ്രണ്ടിന് എന്ത് പറ്റി, ജൽദി ഉടോ അപ്നി ജാൻ ബചാനി ഹേ. എല്ലാരും പെട്ടെന്ന് പറഞ്ഞോളൂ, നമ്മുടെ ജീവൻ രക്ഷിക്കണം. യേ ജഗ സുരക്ഷിത് നഹി ഹേ. ഈ സ്ഥലം സുരക്ഷിതമല്ല. പീച്ചെ മത് ദേക്കോ ബസ് ഊപ്പർ ഉഡ്തേ രഹോ. ബാക്കോട്ട് തിരിഞ്ഞു നോക്കാണ്ട് നേരെ മുകളിലേക്ക് തന്നെ പറഞ്ഞോളൂ. ഹമേ യഹാൻ സെ ദൂർ ജാനാ ഹോഗ. നമുക്ക് ഇവിടുന്ന് ദൂരേക്ക് പോവണം. കാശ് ഹമാര സാത്തി ബച്ചായേ. നമ്മുടെ ഫ്രണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നൊക്കെ പലതരം സംസാരങ്ങളായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക അല്ലേ. ഹംസ് ദേവദത്ത് കെ പാസ് ഉഡ്കർ ക്യൂ നഹി ഗയാ. ഹംസം എന്തുകൊണ്ടായിരിക്കും ദേവദത്തിന്റെ അടുത്ത് പോവാതിരുന്നത്? हंस देवदत्त के पास नहीं गया क्योंकि देवदत्त ने ही उसको तीर मारा था और उससे उसे डर लगा. ദേവദത്തിനെ കണ്ടപ്പോൾ തന്നെ ഹംസത്തിന് പേടിയായി. सिद्धार्थ ने उसकी जान बचाई दी इसलिए वह खुद को उनके पास सुरक्षित महसूस करता था. അതിന് സിദ്ധാർത്ഥിന്റെ അടുത്ത് വളരെ സുരക്ഷിതമായി തോന്നി. നേരെ മറിച്ച് ദേവദത്തിന്റെ അടുത്ത് അത്ര സുരക്ഷിതമായി തോന്നിയില്ല. അതിന് പേടിയായി പോയി ദേവദത്തിനെ കണ്ടപ്പോൾ. അല്ലെങ്കിൽ സിമ്പിൾ ലൈനിൽ വോ ദേവദത്ത് കോ ദേക്കർ ഡർ ഗയാ ഹോഗ എന്നും പറയാം. അത് ദേവദത്തിനെ കണ്ട് പേടിച്ചു പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും പോവാഞ്ഞത്. ഡർ ഗയാ ഹോഗ. രാജാ ശുദ്ധോധൻ ने निर्णय के बाद सिद्धार्थ से क्या कहा होगा. ഓക്കെ, ഫൈനലി എല്ലാം തീരുമാനമായി, വിധിയൊക്കെ വന്നു. സിദ്ധാർത്ഥിന് ഹംസത്തിനെയും കൊടുത്തു. അതിനുശേഷം രാജാവ് സിദ്ധാർത്ഥിനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം? ഷായത് കഹാ ഹോഗ കി, മേ ബി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സിദ്ധാർത്ഥ് തുമ്നെ ഹംസ കി ജാൻ ബച്ചാക്കർ സഹി കാം കിയാ. നീ അതിന്റെ ജീവൻ രക്ഷിച്ചത് വളരെ നന്നായി. മുझे तुम पर गर्व है, आई एम प्राउड ऑफ यू. हमेशा ऐसे ही दयालु और न्याय करने वाले बने रहो. ഇങ്ങനെ തന്നെ എപ്പോഴും ദയാലു ആവണം, കറക്റ്റ് ആയിട്ടുള്ള ജസ്റ്റിസ് ന്യായം ചെയ്യണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. एक रात सिद्धार्थ मीठी नींद सो रहे हैं. उनके सपने में हंस आता है और सिद्धार्थ के साथ न्याय वाले दिन का अपना अनुभव सुनाता है. क्या आप कल्पना कर सकते हैं कि हंस ने सिद्धार्थ से क्या क्या बातें की होंगी? ഒരു ദിവസം സിദ്ധാർത്ഥ് ഉറങ്ങുന്ന സമയത്ത് ഹംസം അവന്റെ സ്വപ്നത്തിലേക്ക് വന്നു. എന്നിട്ട് ഹംസം അന്നത്തെ ദിവസത്തെ പറ്റി സിദ്ധാർത്ഥിനോട് സംസാരിക്കുകയാണ്. എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാവും. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ബട്ട് നിങ്ങൾ ഇത് നോക്കി ആൻസർ ചെയ്യരുത്, നിങ്ങളുടേതായിട്ടുള്ള ഇമാജിനേഷൻ ചെയ്യുക. മേ ബി सिद्धार्थ उस दिन तुमने मेरी जान बचाई इसलिए मैं खुद को सुरक्षित महसूस कर पाया. നീ അന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ടാണ് എനിക്ക് വളരെ സുരക്ഷിതമായി തോന്നിയത്. അല്ലെങ്കിൽ मैं तुम्हारी दया कभी नहीं भूलूंगा और हमेशा तुम्हारा ആഭാരി രഹൂങ്ക. നീ എന്നോട് കാണിച്ച ദയ ഒരിക്കലും മറക്കില്ല, ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടവനായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ടാവാം. പാഠ് മേ ഹംസ് और ഹാസ് ശബ്ദ ആയേ ഹേ. ഹംസ് മേ അനുസ്വാർ, ഈ ഒരു പോയിന്റ് का प्रयोग हुआ है और हंस में चंद्रबिंदु का प्रयोग हुआ है. अब आप इस पाठ में आए अनुस्वार एवं चंद्रबिंदु वाले शब्दों को खोजिए और अपनी लेखन पुस्तिका में लिखिए. वाक्यों में भी प्रयोग कीजिए. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ചാപ്റ്ററിൽ പോവുക, അനുസ്വാർ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് വാക്കുകൾ എഴുതുക, ചന്ദ്രബിന്ദു ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് വാക്കുകൾ എഴുതുക, എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ കുറേ വാക്യങ്ങളിൽ പ്രയോഗിക്കുക. അതിനൊരു സെന്റൻസ് ഉണ്ടാക്കുക ആ വേർഡ്സ് ഉപയോഗിച്ചിട്ട്. നമുക്കിവിടെ കുറച്ച് വേർഡ്സ് തപ്പി കണ്ടുപിടിക്കാം. സെന്റൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ആദ്യം അനുസ്വാർ. സന്ധ്യാകാൽ, മഞ്ച്, കിരണേ, ഗായോ, സംവാദ്, സന്ദേശ്, അങ്കുർ, ഗംഭീർ, മുഖ്യ, അന്തമേ, ശാന്തി, ഇതിലൊക്കെ അനുസ്വാർ ഉണ്ടല്ലേ. അതുപോലെ ചന്ദ്രബിന്ദു,
ഹസ്കർ, മാ, ആങ്കേ, മാओ, സാസ്, കാപ്ത, ഇനിയും വേർഡ്സ് ഉണ്ട്. അത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വാക്യത്തിൽ പ്രയോഗിച്ച് നോക്കുക. रेखांकित शब्दों के विपरीत अर्थ वाले शब्दों से रिक्त स्थानों की पूरा कीजिए. ഈ സെന്റൻസിൽ ഒരു വാക്കിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അപ്പുറത്തൊരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുണ്ട്. ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന്റെ ഓപ്പോസിറ്റ് വേണം അപ്പുറത്ത് ഫിൽ ചെയ്യാൻ. സൂര്യക ഉദയ് പൂർവ്വ ദിശാമേ, സൂര്യൻ ഉദിക്കുന്നത് പൂർവ്വ ദിശയിലാണ്. ഓർ അസ്തമിക്കുന്നതിന് എന്താ ഹിന്ദിയിൽ പറയാ? അസ്ത്. പശ്ചിം ദിശാമേ ഹോത്താ ഹേ. നെക്സ്റ്റ്, ഉസ്നെ മാരാ ഹേ, അവനാണ് ഇതിനെ അമ്പെയ്തത്, ഉപദ്രവിച്ചത്. പരന്തു മേനെ ബച്ചായാ ഹേ, ഒരാൾ കൊല്ലാൻ ശ്രമിച്ചു, ഒരാൾ രക്ഷിക്കാൻ ശ്രമിച്ചു. ഇസ് നിർദോഷ് പക്ഷി കോ മാർനെ വാല, നിർദോഷിന്റെ ഓപ്പോസിറ്റ് ആണ് ദോഷി. ഇസ് നിർദോഷ് പക്ഷി കോ മാർനെ വാല ദോഷി ഹേ. ഇസ് ജഡിൽ സമസ്യ കാ ഹൽ ബഹുത് സരൽ ഹേ, ജഡിൽ കഷ്ടപ്പാടുള്ളത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളത്, സരൽ ഈസി ആയിട്ടുള്ളത്. ഈ പ്രശ്നത്തിന്റെ ആൻസർ ഭയങ്കര ഈസിയാണ്. नीचे दिए गए चित्रों और शब्दों को जोड़कर मुहावरे लोकोक्ति बनाइए. साथ ही अपनी रुचि के किन्हीं 5 मुहावरे और लोकोक्तियों का वाक्यों में प्रयोग भी कीजिए. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൊരു പസിൽ പോലെയാണ് തന്നിരിക്കുന്നത്. ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഏത് ഇഡിയംസ് ആണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ഫസ്റ്റ് വൺ ഒരു ക്രൊക്കഡൈൽ ആണ്, പിന്നെ കുറച്ച് ടിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. യു ഓൾ നോ ക്രൊക്കഡൈൽ ടിയേഴ്സ് അല്ല. ഈ ഇഡിയം ഏതാണ്? മഗർ മച്ച് കെ ആസു ബഹാന. നെക്സ്റ്റ്, ഒരു കണ്ണിന്റെ ചിത്രമുണ്ട്. മിച്ചൗനി ഖേൽന, ആങ്ക് മിച്ചൗനി ഖേൽന. നെക്സ്റ്റ്, ഇത് നമ്പർ ആണ്. 1 എന്ന് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ ഇതിനെ എന്താ വായിക്കുക? ഏക് ഓർ ഏക് 11. നെക്സ്റ്റ്, ഒരു ബഫലോയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ് വായിക്കുക? അക്കൽ ബഡിയ ബേസ്. നെക്സ്റ്റ്, ഒരു മങ്കിയും പിന്നെ ഇവിടെ ഇഞ്ചിയുമാണ് കൊടുത്തിരിക്കുന്നത്. ജിഞ്ചർ ആൻഡ് മങ്കി. ബന്ദർ ക്യാ ജാനെ അദ്രക് കാ സ്വാദ്, അതാണ് ഈ ഒരു മുഹാവരെ. നെക്സ്റ്റ്, നൗ ദോ 11 ഹോന. നൗ ദോ പിന്നെ 11, അതാണ് 11 ഹോന. നൗ ദോ 11 ഹോന. നെക്സ്റ്റ്, 2 കളേഴ്സ് ആണ്, റെഡും യെല്ലോ. ഹോന, ലാൽ പീല ഹോന. നെക്സ്റ്റ്, ദാന്തോ തലേ ഉംഗ്ലി ദബാന. ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്, ഉംഗ്ലി എന്ന് പറഞ്ഞാൽ വിരല്. അപ്പൊ ദാന്തോ തലേ ഉംഗ്ലി ദബാന. അടുത്തത് വയറ്, പിന്നെ കുറച്ച് എലികളുണ്ട്. പേട് മേ ചൂഹേ കൂദ്ന. നെക്സ്റ്റ്, സൺ, പിന്നെ ഒരു വിളക്കുണ്ട്. സൂരജ് കോ ദിയ ദിഖാന. ഇനി ഇതിന്റെ മീനിങ്സ് എന്താണെന്ന് നമുക്ക് പെട്ടെന്നായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മഗർ മച്ച് കെ ആസു ബഹാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിറ്റൻഡിങ് ടു ബി സാഡ് ഓർ ഷോയിങ് ഫേക്ക് സിമ്പതി, കള്ളക്കരച്ചിൽ കരയുക എന്നൊക്കെ മലയാളത്തിൽ പറയും. അടുത്തത്, ആങ്ക് മിച്ചൗനി ഖേൽന എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കളിക്കുക, കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക. സീക്രട്ട്ലി മേക്കിംഗ് പ്ലാൻസ് ഓർ അഗ്രിമെന്റ്സ് വിത്ത് സംവൺ, അതാണ് ആങ്ക് മിച്ചൗനി ഖേൽന. ഏക് ഓർ ഏക് 11, വർക്കിംഗ് ടുഗദർ ഇൻക്രീസ് സ്ട്രെങ്ത് ഓർ ബെനിഫിറ്റ്സ് ഓഫ് മെനി ടൈംസ്. 2 പേര് ചേർന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഡബിൾ, അതിന് വളരെയധികം ഫലം ഉണ്ടാകും എന്നാണ് അതിനർത്ഥം. അക്കൽ ബഡിയ ബേസ്, ആസ്കിംഗ് വെദർ ഇന്റലിജൻസ് ഓർ ഫോഴ്സ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. അക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധിയാണോ ശക്തിയാണോ ഇമ്പോർട്ടൻറ്റ്, അതാണ്. ബന്ദർ ക്യാ ജാനെ അദ്രക് കാ സ്വാദ്, someone who doesn't understand something cannot appreciate its value. ബന്ദറിന് അദ്രക്കിന്റെ സ്വാദ് എന്തറിയാം? അതായത് ഒരാള് ഒരു നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുക, അയാൾക്ക് അതിനെപ്പറ്റി ഒരു വിവരം ഇല്ലാതിരിക്കുക, അതിനാണ് ഇങ്ങനെ പറയുന്നത്. നോ ദോ 11 ഹോന, ടു റൺ അവേ സഡൻലി ഓർ എസ്കേപ്പ് ക്വിക്ലി. നോ ദോ 11 ഹോന എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക, അതാണ് അതിന്റെ അർത്ഥം. ലാൽ പീല ഹോന, ടു ബിക്കം വെരി ആംഗ്രി, ദേഷ്യം വരിക, അതാണ് ലാൽ പീന ഹോന. മുഖമൊക്കെ ചുവന്ന് വരിക ദേഷ്യത്തോടെ എന്ന് പറയില്ലേ. ദാന്തോൻ തലേ ഉംഗ്ലി ദബാന, ടു എൻഡ്യൂർ ആങ്കർ ഓർ പെയിൻ ക്വയറ്റ്ലി. നമ്മൾ പല്ല് കടിച്ചമർത്തി ദേഷ്യം ക്ഷമിക്കുക എന്ന് പറയില്ലേ. ദേഷ്യമൊക്കെ വരും, പക്ഷെ അത് ഷോ ചെയ്യാണ്ട് പല്ല് കടിച്ചമർത്തി ക്ഷമിക്കുക.
പേഡ് മേ ചൂഹെ കൂത്ന, വയറിൻ്റെ ഉള്ളിൽ എലികൾ ഓടുന്നത് പോലെ തോന്നുക. ടു ഫീൽ വെരി സ്കേർഡ് ഓർ നെർവസ്, പേടിയാവും. നമ്മൾ പെട്ടെന്ന് പേടിക്കുമ്പോഴൊക്കെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ആകെ ഒരു വേദന പോലെ തോന്നില്ലേ, അതിനാണ് പേഡ് മേ ചൂഹെ കൂത്ന. സൂരജ് കോ ദിയ ദിഖാന, ടു ഷോ ഓഫ് വൺ സ്ട്രെങ്ത് ഓർ എബിലിറ്റീസ്. ഷോ ഓഫ് ചെയ്യുക, അതിനാണ് സൂരജ് കോ ദിയ ദിഖാന. ഇനി നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ഓരോ സെന്റൻസ് സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിക്കാം. നമുക്കൊരു ചെറിയ എക്സാമ്പിളും കൂടി നോക്കിയിട്ട് ഇതിവിടെ നിർത്താം. വ റോ രഹി ദി ലേക്കിൻ യേ സിർഫ് മഗർമച്ച് കെ ആസൂദേ, അവർ കരയായിരുന്നു പക്ഷെ വെറും കള്ളക്കണ്ണീരായിരുന്നു. ജബ് ദോസ്ത് സാത്ത് കാം കർത്തെ ഹേ തോ ഏക് ഓർ ഏക് 11 ഹോ ജാത്താ ഹേ. ഫ്രണ്ട്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഏക് ഓർ ഏക് 11 ഹോ ജാത്താ ഹേ, നല്ല റിസൾട്ട് ഉണ്ടാവും. ജैसे ही डर लगा वह 9 2 11 हो गया. പെട്ടെന്ന് പേടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആൾ അവിടുന്ന് എസ്കേപ്പ് ആയി പോയി. ഗുസ്സേമേ വ ലാൽ പീല ഹോ ഗയ, ദേഷ്യം കൊണ്ട് അവരുടെ മുഖമൊക്കെ ചുവന്ന് തുടുക്കാൻ തുടങ്ങി. ഡർ ലഗ്നെ പർ മുझे पेड़ में चूहे कूद रहे थे, പേടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിൽ ഒരു ചൂഹെ കൂദ് രഹേ ഥേ. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. എക്സസൈസിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.